സംസ്ഥാന ബാലാവകാശ കമ്മീഷനൊക്കെ വന്ന് വന്ന് കോമഡി ആവുകയാണോ? ശാസനയും പീഡനവും ഒന്നും തിരിച്ചറിയാനുള്ള ഒരു വിവേകം അവർക്ക് നഷ്ടപ്പെട്ടോ? എവിടെയോ നഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KT ജലീല് കുട്ടികളെ ഒന്ന് ചെറുതായിട്ട് ശാസിച്ചതിന്, ഒന്ന് ചെവിക്ക് ചെറുതായിട്ട് പിടിച്ചതിന് വലിയൊരു ആഭ്യന്തര പ്രശ്നമാക്കിയിട്ട് MSF കുട്ടികളെ പീഡിപ്പിച്ചു, പരസ്യമായി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒന്നുമില്ലാത്ത പ്രശ്നമാണ് ഈ MSFനും UDFനൊക്കെ. എന്തിനാണ് വെറുതെ കൊടിയുടെ നിറം നോക്കിയിട്ട് ഇങ്ങനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? വന്ന് വന്ന് ഇടതുപക്ഷ രാഷ്ട്രീയം ഉള്ള ആൾക്കാർ എന്തു പറഞ്ഞാലും ഒരു കുറ്റമായിട്ട് ഏറ്റെടുക്കുന്ന ഒരാൾക്കാരാണുള്ളത്, കുറ്റമായിട്ട് പറയുന്ന ആൾക്കാരാണുള്ളത്. മാധ്യമങ്ങൾക്കും ബാലാവകാശ കമ്മീഷനൊന്നും വേറൊരു പണിയുമില്ല. ഞാൻ ചോദിക്കുകയാണ്, കുട്ടികളെ എത്രയോ പേര് രക്ഷിതാക്കൾ അടിക്കുന്നു, ഇടിക്കുന്നു, പീഡിപ്പിക്കുന്നു, മാനസികമായിട്ടും ശാരീരികമായി ഉപദ്രവിക്കുന്നു. അന്നേരം ഒന്നും ഈ ബാലാവകാശ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല, ഉറങ്ങുമായിരുന്നു. ഇപ്പൊ സ്വമേധയാ കേസെടുക്കാൻ എന്താണ് കാരണം? KT ജലീൽ എന്ന് പറയുന്ന ഒരു മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കുട്ടികളെ ശാസിക്കാനും ഉപദേശിക്കാനും ഒക്കെ കഴിവുള്ള, അതിന് അധികാരമുള്ള ഒരാളാണ്. ഒന്ന് ചെറുതായിട്ട് നമ്മുടെ ഒന്നും ചെവിക്ക് ആരും ഇതുവരെ പിടിച്ചിട്ടില്ലേ? പണ്ടൊക്കെയാണ് അങ്ങനെ അധ്യാപകർക്ക് എല്ലാം എതിരെ കേസെടുക്കണമല്ലോ. ഇപ്പോഴും അധ്യാപകർക്കെതിരെ കേസെടുക്കണമല്ലോ. ഹിന്ദിയിൽ A+ വാങ്ങിയ കുട്ടികളെയാണ് അദ്ദേഹം ശാസിച്ചത്. മൊബൈൽ ഫോണൊന്നും അധികം ഉപയോഗിക്കരുത്, വായിക്കണം, മൊബൈൽ ഫോൺ അറിവിന് വേണ്ടി ഉപയോഗിക്കണം. ഹിന്ദിയിൽ A+ കിട്ടിയ കുട്ടികളോട് ഹിന്ദിയിൽ രക്ഷിതാക്കളുടെ പേരും അഡ്രസ്സും എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ തെറ്റിച്ചപ്പോഴാണ് അദ്ദേഹം ഒന്ന് ശാസിച്ചത്. A+ എന്ന് പറയുന്നത് ശരിക്കും നന്നായിട്ട് പഠിച്ചിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ശാസിക്കാനുള്ള ഒരു അധികാരവും ഇല്ലേ? അത് മാത്രമല്ല, കുട്ടികളോട് എന്തെങ്കിലും സെക്ഷനൊക്കെ തുടങ്ങുന്ന സമയത്ത് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പല അധ്യാപകരും ചോദിക്കുന്നത്. ഹംസം എന്നാൽ എന്താണ്, അതിന്റെ അർത്ഥമാണ് ചോദിച്ചത്. പാത്തുമ്മയുടെ ആടിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് അറിയാൻ കുട്ടികൾ ബാധ്യസ്ഥരല്ലേ? അപ്പൊ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചെന്ന് വിചാരിച്ചാൽ അത് വലിയ പ്രശ്നമാക്കണോ? വെറുതെ രാഷ്ട്രീയം നോക്കിയിട്ട് MSF ഒക്കെ അദ്ദേഹത്തെ കരിവാരി തേക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസവും വിവേകവും ഉള്ള ആൾക്കാർ ഇതിനെ തടയും, ഇതിനെ ചെറുത്ത് നിർത്തുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.